ഹലോ ഗൈസ്, സമയം രാത്രിയാണ്. ആദർശും നയനിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതേസമയം തന്നെ ആദർശിന്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് ആദർശ് എഴുന്നേൽക്കുന്നുണ്ട്. ഓഹ്, ഈ സമയത്തൊക്കെ ആരെയും വിളിക്കുന്നേ? ഓ, അൺനോൺ നമ്പർ ആണല്ലോ. ആരിപ്പ ഈ സമയത്ത്? ഹലോ ഹലോ, ഞാൻ മീരയാ. മീരാന്ന് കേട്ടപ്പോ തന്നെ ആദർശിന് വല്ലാത്തൊരു പേടി പോലെ കേട്ടോ. ആദർശ് നേരെ നയനയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നയനയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. എന്താ ആദർശ് ഒന്നും പറയാത്തത്? എന്റെ പെട്ടെന്നുള്ള വിളി ഷോക്കായി പോയോ? ഈ വിളി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. ആദർശ് നയന ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് പതിയെ ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട്. ദേ മീരെ, നീ എന്തിനാ ഈ സമയത്തൊക്കെ ഫോൺ ചെയ്യുന്നത്? അതെന്താ ഈ സമയം ഫോൺ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? നിനക്ക് എവിടുന്ന എന്റെ നമ്പർ കിട്ടിയത്? ഓ, ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന നമ്പർ അല്ലേ? നീ ആരുടെ ഓഫീസിൽ അന്വേഷിച്ചത്? അത് ഞാൻ പറയില്ല. എന്നിട്ടെന്തിനാ അയാൾക്കിട്ട് പണി കൊടുക്കാനാ? മീരെ പ്ലീസ്, നീ ഈ സമയത്തൊക്കെ വിളിക്കുന്നത് വളരെ മോശമാ. ഓ ആദർശേ, നിനക്ക് എപ്പോഴും തിരക്കാണ്. അപ്പൊ പിന്നെ തിരക്കൊഴിയുന്നത് ഈ സമയമല്ലേ എന്ന് കരുതി നീ എന്റെ ഭാര്യയോ കാമുകിയിട്ടാണോ ഈ സമയത്ത് വിളിക്കാൻ? ഇതെന്താടാ ആദർശേ, നിനക്കൊരു മയത്തിലൊക്കെ സംസാരിച്ചിട്ടേ എപ്പൊ കണ്ടാലും കടിച്ചു കയറി തിന്നാൻ വന്നോളൂ. അങ്ങനെ വേണ്ടെങ്കിലേ ഇയാൾ എന്റെ ലൈഫിൽ കയറി ഇടപെടണ്ട. ശരി, ഞാൻ വിളിക്കുന്നില്ല. ഞാനിപ്പോ നേരിട്ടങ്ങ് വന്നാലോ? കൂട്ടത്തിൽ ദേവ്യാനമ്മയും നയനയൊക്കെ ഒന്ന് കണ്ടാലോ? ദേവീരെ, നീ ആവശ്യമില്ലാത്ത പണി എടുക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ നീ എന്നെ കാണാവാ. നീ അവിടെ നിന്ന് ഇറങ്ങിയ ആരും നിന്നെ സംശയിക്കില്ല. ഡോ, ഞാൻ താൻ വിചാരിച്ച ഒരാളല്ല. താൻ കരുതിയ എന്റെ മനസ്സ് മാറ്റാനും പറ്റില്ല. പിന്നെ ഒരാളെ ഭാര്യയായി സ്വീകരിച്ച് മറ്റൊരാളെ കാമുകിയാക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ദേ മീരെ, ഞാൻ നിന്റെ നല്ലതിനാ പറയുന്നത്. നീ ഒന്ന് ഫോൺ വെച്ച് എന്റെ ലൈഫിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിത്താ. ആദർശേ, ഇതിലൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ പറഞ്ഞതാ. നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ എന്തില്ലാത്തത് പറഞ്ഞാലും അതൊക്കെ അവർ വിശ്വസിക്കും. പിന്നെ നിന്റെ അമ്മയ്ക്ക് നയനെ ഇഷ്ടമില്ലാത്ത പക്ഷം എനിക്ക് അവിടെ ഒരു സ്കോപ്പില്ലേ? നിന്റെ മനസ്സിലും എനിക്കൊരു സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഈ കാമുകി സ്ഥാനം വൈകാതെ തന്നെ ഭാര്യ സ്ഥാനമായിക്കോളും. മിരെ, താനൊന്നും ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്. എനിക്കൊന്നും കേൾക്കണ്ട ആദർശ്. എനിക്ക് ആദർശിനെ കണ്ടേ പറ്റൂ. മിരെ പ്ലീസ്, നമുക്ക് എന്തായാലും നാളെ കാണാം. നിനക്ക് പറയാനുള്ളത് നാളെ എന്നോട് പറഞ്ഞോ? പറ്റില്ല ആദർശ്, എനിക്കിപ്പോഴാണ് ആദർശിനെ കാണാൻ തോന്നുന്നത്. കുറച്ച് സമയം എനിക്ക് ആദർശിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. പ്ലീസ് ആദർശ്. ശരി, ഇന്ന് ഞാൻ വരാം. ഇതുപോലെ ഇനി മേലാൽ ആവർത്തിക്കരുത്. പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു തീർത്തോളണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനം എടുക്കുന്നത് ലീഗലി ആയിരിക്കും. വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ശരി ആദർശ്, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി. ആദർശ് ഒന്ന് പെട്ടെന്ന് വാ. നീ എവിടെയാ? അതൊക്കെ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വന്നാ മതി. ശരി എന്നും പറഞ്ഞ് ആദർശ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നയനി ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ആദർശ് പുറത്തേക്ക് പോയതും ഫോൺ വിളിച്ചതും ഒക്കെ. അങ്ങനെ ആദർശ് റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് കാറിന്റെ കീ എടുത്ത് പോവാണ്. ഇതൊക്കെ നമ്മുടെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നയനക്ക് വലിയ വിഷമാവുന്നുണ്ട്. ആദർശ് പോകുന്നത് കണ്ടപ്പോൾ നയന അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ആദർശ് അവളെ പോയി കാണുന്നതും നമ്മുടെ നയന അവരെ പിന്നാലെ ഫോളോ ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.